ഞാൻ നികേഷ് പെരുവണ്ണൻ, ഇരുണാവിലാണ് എൻ്റെ സ്ഥലം. എൻ്റെ അച്ഛൻ്റെ പേര് ബാലകൃഷ്ണ പെരുവണ്ണൻ. അച്ഛൻ്റെ കീഴിൽ നിന്നാണ് ഞാൻ എൻ്റെ ബാലപാഠങ്ങളും ബാക്കിയുള്ള ഇതെല്ലാം പഠിച്ചത്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 20 വർഷത്തിൽ വലിയ തെയ്യത്തിൽ തന്നെ രംഗത്തുണ്ട്, ഇപ്പോഴുണ്ട്. ചെറുത്തിൽ ആദ്യം ആടിവേടം കെട്ടി തുടങ്ങി. പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഒരിടത്ത് പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ വീരം കെട്ടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 10ാം ക്ലാസ് എല്ലാം കഴിഞ്ഞ് പിന്നെ മറ്റുള്ള തെയ്യങ്ങളെല്ലാം കെട്ടാൻ തുടങ്ങി. പിന്നെ ഒരിടത്തെ കാവിൽ 17ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് പുതിയ ഭഗവതി കെട്ടി. ആ സമയത്ത് തന്നെ അവിടുന്ന് മാറ്റുവള തന്ന് പിന്നെ അടുത്ത നാട്ടുകാരും എല്ലാവരും കൂടിയിട്ട് ആ വർഷം തന്നെ പെരുവണ്ണനായിട്ട് നാട്ടിലേക്ക് ആചാരപ്പെടുത്തുകയും ചെയ്തു. നങ്ങാളങ്ങര ഭഗവതി അവിടെ 20 ദിവസത്തെ കളിയാട്ടാണ് ആ ക്ഷേത്രത്തിൽ ക്ഷേത്രമല്ല, ഒരു കാടാണ് നടക്കുന്നത്. അപ്പം അവിടെ തുലാവ മാസം 11ാം തീയതി ആണ് തുടങ്ങുക, മലയാള മാസത്തിൽ. അപ്പം അവിടെ അന്ന് രാവിലെ അവിടെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ കാടും അതിൻ്റെ അതെല്ലാം സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കുമല്ലോ. അതിൻ്റെ തലേന്ന് 10ാം തീയതി വരെ കാട് മൂടി കിടക്കുന്നതിൻ്റെ അവസ്ഥയിലാണ് ഉണ്ടാവുക. അന്ന് രാത്രി അവിടെ ഉണ്ടാവില്ല. ആ 11ാം തീയതി തൊട്ട് സംക്രമം വരെ 20 ദിവസം അങ്ങനെയാണ് അടുത്ത കളിയാട്ടം നടന്ന് പോകുന്നത്. ഈ ഭഗവതി വന്നത് എന്ന് പറഞ്ഞാൽ ദാരിക വധത്തിന് ഈ അമ്മ അവതരിച്ചേരം കുറേ അമ്മമാർ അതിൻ്റെ അകത്തുനിന്ന് രൂപപ്പെട്ടിട്ടുണ്ടെന്ന്. ദാരികൻ്റെ രക്തം വീഴുന്നതിനനുസരിച്ചിട്ട് അസുരന്മാർ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അമ്മേൻ്റെ അകത്തുനിന്നും കുറേ അവരെല്ലാം നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ ദേവിമാർ പിന്നെ അന്തരം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ദേവിയാണ് ഈ നങ്ങാളങ്ങര ഭഗവതി എന്നാണ്. അപ്പോൾ ഈ നങ്ങാളങ്ങര ഭഗവതി ശ്രീ മഹാദേവൻ തിരുവടിൻ്റെ അരികിൽ പോന്ന് ശ്രീ മഹാദേവൻ തിരുവടി ശിവൻ പിന്നെ അരുളപ്പാട് പറയുന്നു, നീ ഭൂമിയിലേക്ക് പോകണം, ഇടയിലോകിൽ ചെറിയ മനുഷ്യരുടെ സങ്കടങ്ങൾ തീർക്കണം എന്നല്ലേ പ്രധാനമായിട്ടും. നമുക്കിപ്പം അവിടെ ഇതാണ് കാര്യമായിട്ട് സന്താന ലബ്ധിയാന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് ഇതായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. എല്ലാവർക്കും സന്താനം ഇല്ലാതെ ദുഃഖിക്കുന്നതായിരിക്കും, എല്ലാം കൊടുക്കണമെന്നായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഭൂമിയിലേക്ക് വന്നതാണ് ഈ സ്ഥലത്ത് വന്നിരിക്കുന്നത്. അമ്മേൻ്റെ അരുളപ്പാട് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് ക്ഷേത്രമായിട്ട് ഒരിക്കലും വേണ്ടെന്നാണ് ഇത്. അത് ക്ഷേത്രം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം കടലിൽ വീഴണം. അത് നമുക്ക് മനുഷ്യന്മാർക്ക് ചെയ്തു കൊടുക്കാൻ അസാധ്യമാണ്. അത് വേണ്ടാന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ആർഭാടൊന്നും ആഗ്രഹിക്കുന്നില്ല. തുടക്കം പറയാന്ന് വെച്ചാൽ സന്ധ്യക്ക് അവിടെ എത്തും. അവിടെ എത്തിയിട്ട് അതിന് മറ്റെല്ലാ തെയ്യത്തിനെ മാതിരി ഇതെല്ലാം ചുവപ്പും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുള്ള തോറ്റങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇടനില പൊട്ടി കാട് അറിയിക്കണം. കാട് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു കേളിക്കൊട്ട് കെട്ടുക. കേളിക്കൊട്ട് കെട്ടി അവിടെ വെച്ചാൽ ഒറ്റക്ക് തന്നെ മുഖത്ത് എഴുതണം. അതിന് തമ്പുരാട്ടിക്കാരൻ തന്നെ ഒറ്റക്ക് മുഖത്ത് എഴുതണം. പിന്നെ നമ്മൾ വേഷം എല്ലാം അണിഞ്ഞിട്ട് പിന്നെ തിരുമറ്റത്തേക്ക് വന്നാൽ ആ പീഠത്തിൻ്റെ മുകളിൽ, പീഠത്തിന് കല്ലാണ്, പീഠക്കല്ലാണ്, കല്ലിൻ്റെ മുകളിൽ ഇരുന്നാൽ മുടിയെല്ലാം കെട്ടി ഒരുങ്ങിയാൽ അവിടെ നിന്ന് നമ്മളെ സഹായിമാർ തോറ്റം ചൊല്ലി തുടങ്ങും. അവിടുന്ന് തോറ്റത്തിൻ്റെ ലാസ്റ്റ് എത്താനാകുമ്പോൾ അട്ടാസം കൊടുത്തിട്ട് എഴുന്നേൽക്കുന്നതാണ്. പിന്നെ വാദ്യമോ കാര്യങ്ങളൊന്നുമില്ല, ഷണ്ടിയോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു ബീക്കിൻ്റെ താളത്തിൽ ആടുന്നത്.
ആദ്യം കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് അത് മാടായിക്കാവിലെ അമ്മയായിട്ട് കൂടിക്കാണുന്നതാണ് എൻ്റെ ഉള്ളിൽ നിന്ന്. പിന്നെ രണ്ടാമത്തത് ആ വയലിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ട് കിഴക്കോട്ടേക്ക് നോക്കി കൊടുക്കുന്നത് നീലിയാറ് കോട്ടത്തെ മോറാഴ അല്ല ഇവിടുത്തെ കാനൂല് നീലിയാറ് കോട്ടത്തെ അമ്മയായിട്ട് കൂടിക്കാണുന്നതാണ്. പിന്നെ റോഡിൽ വന്നിട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു അമ്പലമുണ്ട്, ചുവടി ഭഗവതി എന്ന് പറഞ്ഞ അമ്പലമുണ്ട്, അമ്പലത്തിലേക്കുള്ളതാണ്. അവരെ മൂന്നാളെയും കാണാൻ വേണ്ടി പോകുന്നത്. ലാസ്റ്റ് ദിവസം ഒരു നിർദ്ദേശം കൊടുക്കലാണ് ഇവർക്ക്, ഒരു താക്കീത്. കാരണം ഇത്ര നാളും ഞാനിവിടെ പഞ്ചവർണ്ണ തത്തിയായിട്ട് പാടി കളിച്ചു, ഞാൻ കൂടാടിയാൻ പോകുമെന്ന്. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് ഞാൻ ഇവിടുത്തെ ഇല്ല നാഗത്താന്മാരെല്ലാം ബന്ധം വേർപെടുത്തിയിട്ട് ഇത്രയും നാളും ഞാൻ അതിനെ ബന്ധിച്ചിട്ടായിട്ടുള്ളത്. ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ ബന്ധം വേർപെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പിന്നെ ഉച്ചയും അന്തിയും അറിഞ്ഞിട്ട് പെരുമാറണം. അതെങ്ങനെ പെരുമാറരുതാണെന്നാൽ വിഷം തീണ്ടിയാലോ കാര്യങ്ങളോ ഞാൻ ഉത്തരവാദിയല്ല, അങ്ങനെ പറഞ്ഞിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ അവസാനിക്കും. ഇവിടുത്തെ പിന്നെ സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ടാണല്ലോ അമ്മ ഇങ്ങോട്ട് എഴുന്നള്ളിയത്. കുറേ ജന്മം കിട്ടിയിട്ട് ഒരു മനുഷ്യജന്മം കിട്ടൂലെന്ന് നമ്മൾ പറയുന്നില്ലേ. അവിടെ നമ്മൾ എൻ്റെ ഓർമ്മയിൽ തന്നെ ഇപ്പോൾ ഒരു 2-3 വർഷത്തിൻ്റെ അടുത്ത് തന്നെ ഒരു സംഭവം ഉണ്ടായിന്. അപ്പോൾ ഒരു പിന്നെ ആൾക്ക് സന്താനം അവിടെ വന്നിട്ട് ഇങ്ങനെ വേണമെന്നെല്ലാം ചിന്തിച്ച് സന്താനമായിട്ട് അവർ ഭഗവതി കഴിച്ചില്ല. അപ്പോൾ ഭഗവതി കഴിച്ചില്ല. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ രണ്ടാമത്തതും പിന്നെ ഇതും ആയി. അന്നേരം അവർ എന്ത് ചിന്തിച്ചു, പിന്നെ ഇത് രണ്ടും കൂടെ ആയിട്ട് കൊടുക്കുക എന്നുള്ള ഒരു ചിന്തന ഇത് വന്നു. അപ്പോൾ പിന്നെ അത് പിന്നെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അവർ വിചാരിച്ചു ഒന്നും കൂടി ആവട്ടെ എന്ന് കൊടുക്കാന്ന്. രണ്ടാമത്തെ നഷ്ടപ്പെട്ട്. എന്നിട്ട് അവർ പിന്നെ ജ്യോത്സ്യന് പോയി, കാരണം ഇങ്ങനെ ഒരു ഭഗവതി പ്രാർത്ഥന ഉണ്ടല്ലോ, അത് ചെയ്യാണ്ട് മുളക് ഇങ്ങനെ ചെയ്യാനുണ്ട്, അത് നമ്മൾ ഒന്നും കൂടി ആയിട്ട് ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. ഭഗവതീനെ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവർ പക്ഷേ ഭഗവതിയോട് അന്നേരം പറയുന്നത് നമുക്കിങ്ങനെ സന്താനമില്ല, പിന്നെ അങ്ങനെ പറയുന്നുള്ളൂ. അപ്പോൾ ഭഗവതി എന്തോ അങ്ങനോട്ട് ചോദിച്ചു, ഒന്ന് പിന്നെ പെൻഡിങ്ങിലുണ്ടല്ലോ, അതുണ്ട്, അത് മുമ്പേ ഒന്ന് കഴിയാണ്ട് ഒന്നും കൂടി ആയിട്ട് ചെയ്യാമെന്ന്. അത് പറ്റില്ല, എത്ര സന്താനം ഉണ്ടാവുന്നു അത്രയും ആടെ പ്രാർത്ഥിച്ചിട്ടാണെങ്കിൽ ഒന്ന് കിട്ടിയ മറ്റേതും കൂടി കിട്ടിയിട്ട് കേൾക്കുക, അത് അങ്ങനെ പറ്റൂല. എന്നിട്ട് ആ ഒരു ഭഗവതിയും കഴിച്ചതിന് ശേഷം പിന്നെ രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നു. ഭഗവതി അങ്ങനെ വിടൂല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഓരോ സമുദായക്കാർക്കും ഓരോതായ തെയ്യങ്ങളുണ്ട്. നമുക്ക് പിന്നെ പുതിയ ഭഗവതിയോ കോലങ്ങൾ, മറ്റേ മലയ സമുദായത്തിന് വേറെ കോലങ്ങളാണ്. തീച്ചാമണ്ടി, രക്തയാമണ്ടി, വിഷ്ണുമൂർത്തി എല്ലാ തെയ്യങ്ങളാണ്. പിന്നെ വേറെ സമുദായത്തിന് അവരുടേതായ തെയ്യങ്ങളും അവരുടേതായ ചടങ്ങും കാര്യങ്ങളും. ഓരോ സമുദായത്തിനും ഓരോന്നുണ്ട്. ഞാൻ പുതിയ ഭഗവതി കെട്ടിയിട്ടുണ്ട്, പിന്നെ തോട്ടങ്കര ഭഗവതി കെട്ടിയിട്ടുണ്ട്, മുത്തപ്പൻ കെട്ടിയിട്ടുണ്ട്, തിരുവപ്പൻ കെട്ടിയിട്ടുണ്ട്, വേട്ടക്കരുമൻ കെട്ടിയിട്ടുണ്ട്, ഉറുപ്പഴശ്ശി കെട്ടിയിട്ടുണ്ട്. അതിൽ ഈ നരമ്പിൽ ഭഗവതി, ധൂളിയാർ ഭഗവതി, ഗുരുക്കത്തെയ്യം, കണ്ടനാറുകളിലും കെട്ടിയിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിലൊരു തെയ്യം അയാൾ കെട്ടിയാൽ, ഇപ്പോൾ പുതിയ ഭഗവതി പ്രധാന കൊലങ്ങൾ അത് കെട്ടിയാൽ ക്ഷേത്രക്കാർക്ക് അവർക്ക് മനസ്സിനൊരു ഇഷ്ടപ്പെട്ടാൽ ഇവൻ കുഴപ്പമില്ല, ഇവൻ നമ്മുടെ ക്ഷേത്രം കാര്യങ്ങളൊക്കെ നടത്തിച്ചു കൊണ്ടുപോകാൻ പ്രാപ്തനാണ് നല്ലൊരു അവർക്കൊരു മനസ്സിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ചെറുക്കത്തമ്പുരാന് ഈ ക്ഷേത്രക്കാർ അവിടത്തേക്ക് എവിടുന്നാണോ വള കൊടുക്കുന്നത് അവിടത്തേക്ക് കൊണ്ടുവരും. പണ്ട് ഇപ്പം രാജഭരണമാണെങ്കിൽ അവരെ രാജ്യം ഈ നാട്ടുരാജ്യമല്ലേ ഉണ്ടല്ലോ, അയാളത് ഈ പട്ടിൻ്റെ അകത്ത് വളയും വെച്ചിട്ട് നമുക്ക് തരും. അന്നേരം വള നമ്മൾ കയ്യിലിട്ടിട്ട് ആ പട്ട് നമ്മൾ ഉടുക്കണം. ഉടുത്തിട്ട് അയാൾ മുമ്പിൽ തൊഴുത് നിൽക്കുമ്പോൾ അദ്ദേഹം നമ്മളെ എന്താണെന്നോ ആചാരം പേര്, അപ്പോൾ നമ്മളെ പേര് കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ വിളിക്കും. നികേഷ് പെരുവണ്ണ അങ്ങനെ വിളിച്ചു. ഒരു ബഹുമതി എന്ന് തന്നെയാണ്.
ആ അത് ഒരു ഭാഗ്യം എല്ലാം ശ്രദ്ധിക്കണം. അപ്പം കംപ്ലീറ്റ് ഉത്തരവാദിത്വം തെയ്യായിട്ട് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഈ നാട്ടിലെ കാര്യങ്ങൾക്ക് നമ്മൾ ഉത്തരവാദിയായി. നമുക്ക് ഇപ്പം ഇപ്പം നമ്മളെ ഊരടുത്ത് പുതിയ ക്ഷേത്രത്തിൽ മകരം മലയാള മാസം മകരം 25-നാണ് പുതിയ ഭഗവതി കെട്ടിയാടിക്കൽ എല്ലാം ഒറ്റ ഡേറ്റാണ്. ആ ദിവസം ഇനി എന്ത് ലക്ഷം ഉറുപ്പ്യ എന്ന പരിപാടി തരാമെന്ന് പറഞ്ഞാലും അത് വിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. തറവാടും ഭേദമായിട്ട് ആർഭാടങ്ങളും അലങ്കാരങ്ങളും നിനക്കില്ല എങ്കിലും പണമെടുത്ത് കൊത്തി ജ്വാലേൽപ്പിക്കാതെ ഏതൊക്കെ പെണ്ണും പെറ്റ മാതാവിനെ കളിച്ചാൽ